മനു, ഞാൻ പോവാ. ബൈ മനു. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇറ്റ്സ് ഓവർ. എനിക്ക് മടുത്തു. ഇറങ്ങി പോകുന്നു. എല്ലാവരും വെറുപ്പിച്ച് നിന്നോട് ഇറങ്ങി വന്നേനെ എനിക്കിത് തന്നെ കിട്ടണം. എന്തു പറ്റി? അവൻ പിന്നെ വല്ലതും പറഞ്ഞോ? നിങ്ങൾ കൂടെ ആലോചിക്കാൻ നിൽക്കണ്ട. ഇത് വാങ്ങിച്ചു നോക്കപ്പെടും. ആലോചിക്കാൻ തോന്നുന്നേ നമ്മളെല്ലാം പറഞ്ഞ് തീരുമാനിച്ചല്ലേ ഓടിച്ചേ. ഒരു കണക്കിനെല്ലാം നന്നായി. അവൻ എനിക്ക് വണ്ടി മാച്ചിൽ നിങ്ങളെല്ലാവരും പറഞ്ഞല്ലേ. ഇപ്പോഴും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ല. പിന്നെ ഈ കുട്ടികളൊന്നുമില്ല നന്നായി അല്ലെ. പിന്നീട് ഒരു ബാധ്യത. ഇനിയിപ്പോൾ നിയമപരമായ ഒന്നിൻ്റെ ലൈഫിന് ഒഴിവാക്കി കഴിഞ്ഞാൽ നീ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എന്നിട്ട് നമുക്ക് നല്ല നടക്കാൻ പറ്റില്ല. എന്നാൽ ആൾക്ക് എത്ര വട്ടം അങ്ങനെ മറക്കാൻ പറ്റിയിരുന്നു. ഞാനാണെങ്കിൽ എപ്പോഴത്തെ ദേഷ്യത്തിലൊക്കെ പറഞ്ഞു. എടാ അത് കഴിഞ്ഞ് ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെറുതെ എൻ്റെ മെന്റൽ ഹെൽത്ത് കളയാന്നല്ലാതെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കല്യാണം കഴിച്ചതിന് ശേഷം നിനക്ക് വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പ്രശ്നങ്ങളല്ലേ. അവളാണെങ്കിൽ അവളുടെ ഫാമിലിയായിട്ട് സെറ്റായി. അവളൊരു തീരുമാനത്തിലെത്തി. നീയും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് പറ്റണ്ടേ? ഞാൻ മനുഷ്യനല്ലേ, വിഷയൊന്നുമല്ലല്ലോ. നീയാണ് തീരുമാനം എടുക്കേണ്ടത്. ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാ. നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞോ? എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഈ ബന്ധം പിരിയാനായിട്ട് ഒരു സാധ്യതയില്ലെന്നാണ്. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നത്തിന് കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഈ ആഴ്ചയുടെ അവസാനത്തിൽ എല്ലാം ശരിയാവും. ഈഗോ മാറ്റി വെച്ച് ഓപ്പണായിട്ടൊന്ന് സംസാരിക്കൂ. പ്രിയ, നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. തെറ്റെൻ്റെ ഭാഗം. ഈ ജോലി, പ്രഷർ, ടാർഗറ്റ് നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിച്ചില്ല. ഐ എം സോറി. എന്തു പറ്റി പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടാവാൻ? പ്രതീക്ഷിക്കാതെ ഓരോന്നും സംഭവിക്കുമ്പോഴല്ലേ എവിടെ പാടിയെന്ന് വെച്ചാൽ. നിനക്ക് നിന്റെ നെഞ്ചി തൊട്ട് പറയാൻ പറ്റുമോ നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം നീ ഹാപ്പി ആയിരുന്നു? ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇടയിലെ പ്രശ്നം. നമ്മൾ രണ്ടുപേരും അനുശ്രമിച്ചു. പകരം മറ്റുള്ളവരെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടു. പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി. പ്രിയ, ഇങ്ങനെയാണ് എനിക്ക് പറ്റില്ലടാ. ഹലോ എടി എന്തായി? അവൻ പലതും പറയുന്ന റീമാഷിയാൻ നോക്കും. പക്ഷെ അതൊന്നും വേറത്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇവിടെ നല്ല മോമോസ് കിട്ടും, വാങ്ങിത്തരൂ.